പക്ഷെ ഒരു മാസത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താണ് ഈ ഒരു പ്രശ്നത്തിനോട് പറയാനുള്ളത്? ഇപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞ പോലെ സംരക്ഷണം, അതാ ഇവർക്ക് ധൈര്യം പകർന്നത്. സംരക്ഷണം കൂടും, അല്ലെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു റാഗിങ് അല്ലെങ്കിൽ ഒരു കൊല വരെ ചെയ്താൽ തിരികെ കയറി പഠിക്കാം, അതിനാരും തടഞ്ഞു നിൽക്കില്ല. കുറച്ച് ദിവസം ഒരു സസ്പെൻഷൻ അല്ലെങ്കിൽ കുറച്ച് ദിവസം പുറത്ത് നിൽക്കാം, അത് കഴിഞ്ഞാൽ ഞങ്ങൾ പഴയതുപോലെ തന്നെ കോളേജിനകത്ത് കയറി പരീക്ഷ എഴുതാൻ പഠിക്കുക എന്നുള്ളൊരു ധൈര്യം കുട്ടികൾക്കുള്ളിടത്തോളം കാലം ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ കുറച്ച് നമ്മൾ കേൾക്കുന്നത് കുറച്ചുകൂടെ കൂടുതലാണ്. ഇപ്പോൾ ധൈര്യം കൂടി എന്ന് വെച്ചാൽ 10, 18, 20 എത്രയോ പേര് തിരികെ കയറുന്നു. ഇത്രയും പ്രതികളായിട്ട് പോലും, കൊല നടത്തിയിട്ട് പോലും അവർ തിരികെ കയറുന്നു. എങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താ കുഴപ്പം? 2 അടിയോ ഇടിയോ കൊടുത്തിട്ടെന്ത്? അതാ ധൈര്യം ഉള്ളിടത്തോളം കാലം അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട് എന്നുള്ളൊരു ധൈര്യം, സംരക്ഷിക്കാൻ ആളുണ്ട്. എന്ത് ചെയ്തിരുന്നാലും ഞങ്ങൾ ജയിലിൽ പോകില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ശിക്ഷ കിട്ടില്ല. കൂടിപ്പോയാൽ 1 വർഷം അല്ലെങ്കിൽ 6 മാസം, അതിനകത്ത് ഞങ്ങൾക്ക് പഴയതുപോലെ തന്നെ ഞങ്ങൾ പഠിക്കും എന്നുള്ള ധൈര്യം. ഇന്നിപ്പോ ഇവിടെ എങ്ങനെയാണ് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ? വേറെ ചടങ്ങൊന്നും ഇല്ലായിരുന്നു. ഇവിടെ തന്നെയല്ലേ രണ്ടുപേരും? എങ്ങനെയാണ് ഇപ്പൊ ജോലിക്കൊക്കെ പോവാറുണ്ടോ? ഞാനിപ്പോൾ പോകുന്നില്ല, ഒരിടത്തും പോകുന്നില്ല. അച്ഛൻ പോവാറുണ്ടോ? ഹസ്ബൻഡ് പുറത്തായിരുന്നു, ഇപ്പോൾ ഒരാഴ്ചയായി വന്നിട്ട്. അപ്പൊ ഇവിടെ ഒറ്റയ്ക്കാണോ താമസം? മോനുണ്ട്, എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട്.